നമസ്കാരം. സിറോ മലബാർ സഭയിലെ പ്രശ്നങ്ങൾ ആര് പരിഹരിക്കും? ആർക്കാണ് അതിനുള്ള ഉത്തരവാദിത്തം? ഈ ചോദ്യങ്ങൾ കുറെ കാലമായി വിശ്വാസികൾക്ക് ഉത്തരം കിട്ടാതെ അന്തരീക്ഷത്തിൽ മുഴങ്ങുകയാണ്. എറണാകുളം അങ്കമാലി മേജർ എപ്പിസ്കോപ്പൽ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാത്രമാണ് മാർ റാഫേൽ തട്ടിൽ. നിലവിൽ അദ്ദേഹത്തിന് ആ അതിരൂപതയുടെ മേൽ യാതൊരു വിധത്തിലുമുള്ള അധികാരവും ഇപ്പോഴില്ല. അദ്ദേഹത്തിന്റെ സ്ഥാനിക രൂപത കൂടിയാണ് എറണാകുളം അങ്കമാലി അതിരൂപത. കഴിഞ്ഞ 11 മാസത്തിനിടയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഒരു ദേവാലയത്തിൽ പോലും അദ്ദേഹം വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ കഴിവുകേടിനെയാണ് വിശ്വാസികൾ സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ പിടിപ്പുകേടാണ് വിമതന്മാർക്ക് ഊർജവും. സഭയിൽ വളരെ ഗുരുതരമായ അവസ്ഥയാണ് അനുദിനം നടക്കുന്നത്. പള്ളികളുടെ പട്ടയം പോലും അനധികൃതമായി വിമതർ കൈവശപ്പെടുത്തി ആഴ്ത്താടുന്ന സ്ഥിതിയാണ്. വിമത വൈദികർ ഇടവകയിലെ ചിലരെ വിലക്കെടുത്തുകൊണ്ട് ഇടവകയുടെ പട്ടയം അനധികൃതമായി കൈക്കലാക്കി സഭാസ്നേഹികളായ വൈദികരെയും ഇടവക ജനങ്ങളെയും ഇടവക പള്ളിയുടെ ഗേറ്റ് പൂട്ടി മുകളിൽ കയറി നിന്നുകൊണ്ട് ആക്രോശിക്കുന്നു. വൈദികരുടെയും ഇടവക ജനങ്ങളുടെയും നേരെ അഹങ്കരിച്ചുകൊണ്ടും ആക്രോശിച്ചുകൊണ്ടും സഭാസ്നേഹികളെ സ്വന്തം ഇടവക പള്ളികളിൽ നിന്നും ആട്ടിപ്പായിക്കുകയാണ്. വളരെ ഗൗരവകരമായ വിഷയം തന്നെയാണത്. ഇടവക ജനങ്ങൾ വളരെ കരുതലോടെ കാണുക തന്നെ വേണം. ക്രൈസ്തവ സഭയെയും സഭാ നേതൃത്വത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് വിമത കൂട്ടങ്ങൾ അനുദിനം കാണിച്ചു കൂട്ടുന്ന വിക്രിയകൾ ഇടവക ജനങ്ങൾക്ക് വെല്ലുവിളിയാകുന്നു. ഇവരുടെ ഈ കൂത്താട്ടം ഒരു ദിവസം പോലും കാത്തു നിൽക്കാതെ അവസാനിപ്പിക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ ഇടവകകളുടെ പട്ടയം ഇവർ അനധികൃതമായി കരസ്ഥമാക്കി സഭയെ വിഭജിച്ച് പൈശാചിക സാമ്രാജ്യം സൃഷ്ടിക്കും. ഇടവക ജനങ്ങൾക്ക് സ്വന്തം ഇടവകകൾ നഷ്ടപ്പെടുകയും ചെയ്യും. സഭാ നേതൃത്വത്തോടൊപ്പം നിന്നുകൊണ്ട് ഇടവക ജനങ്ങൾ ശക്തമായ പ്രതിരോധം തീർക്കുക തന്നെ വേണം. ഇടവക ജനങ്ങൾ അതിനുവേണ്ടി ഒന്നിച്ച് മുന്നേറണം.